ഇതൊരു മഹത്തായ എണ്ണയാണ്, ദന്തപാല എണ്ണ എന്ന് പറയും. ഞാൻ ഒരു തവണ യൂട്യൂബിൽ ഈ ദന്തപാല എണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒരു തവണ ഇട്ടു. അത് ഒരു വൈദ്യർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഈ ദന്തപാല എണ്ണയുടെ മഹത്വം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ ഇത് ഉപയോഗിച്ച് നോക്കിയ ഒരാൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഗംഭീരമായൊരു സാധനമാണെന്ന്. സോറിയാസിസ്, പിന്നെ തലയിലൊക്കെ ഇങ്ങനെ ചൊറിയും ചിറങ്ങൊക്കെ പോലെ വന്നിട്ട് പിന്നെ ഈ അത് കഴുത്തുമ്പോഴൊക്കെ ഇറങ്ങി ഇങ്ങനെ വരാം, കാൽമുട്ടുമ്പിലും കൈമുട്ടുമ്പിൽ ഈ മൊരി പോലെ, പിന്നെ അങ്ങനത്തെ ചർമ്മ സംബന്ധമായിട്ടുള്ള ഇതിന് പറ്റിയ ഒരു എണ്ണയാണെന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ ഇത് ആവശ്യക്കാർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പക്ഷേ ഈ ദന്തപാല എന്ന് പറഞ്ഞ ഇല എന്താണെന്ന് ആളുകൾക്ക് അറിയില്ല. അപ്പോൾ അതിനെ വിശദമായിട്ട് നമ്മൾ പരിചയപ്പെടുത്താണ് കേട്ടോ. ഈ ദന്തപാല എന്ന് പറഞ്ഞത് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു മരമാണ്. ഈ മരമാണ്, ഇതിൻ്റെ ഇലകൾ ശ്രദ്ധിച്ചറിയാം, നല്ല നീളത്തിലുള്ള ഇലകളാണ്. അതിൻ്റെ ഞരമ്പുകളൊക്കെ നോക്കി കണ്ടുപിടിച്ചോ. അതിങ്ങനെ ഒടിച്ച് മടക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പശ വരും കണ്ടാ. ഇതിങ്ങനത്തെ ഒരു പശ വരും. ഈ പശയൊക്കെ നമ്മുടെ ഈ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ഈ എണ്ണ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ നോക്കിക്കോ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇതിന് 3-4 പേരുണ്ട്. അയ്യപ്പാല, ദന്തപാല, പല പേരുണ്ട്, 3-4 പേരുണ്ട്. പിന്നെ തണ്ട് ഇങ്ങനെ ഒന്ന് ഒടിച്ചാൽ കിട്ടും. പിന്നെ അതിൻ്റെ ഇലയുടെ അകരം നോക്കിക്കോ. പിന്നെ ഇതിൻ്റെ കട ശരിക്കും ഉങ്ങിൻ്റെ പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കണ ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ 1.5 കിലോ ഇലയും ഞാൻ എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഇല നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ആക്കുന്നത്. ഇത് ആകെ ഒന്ന് പിച്ചി ചെയ്തിടും ഞാൻ ഈ ഇല. എന്നിട്ട് ഈ 1.5 കിലോ വെളിച്ചെണ്ണ അരിക്കേണ്ട ഒഴിക്കുന്നു. എന്നിട്ട് ഇത് നല്ല വെയിലത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസത്തെ വെയിൽ കൊള്ളുമ്പോൾ തന്നെ ഈ സാധനം ഉച്ചരിഞ്ഞാകുമ്പോഴേക്കും ഈ ലെവലായി. ഇനി ഇത് നമ്മളത് വീണ്ടും അകത്തേക്ക് കൊണ്ടുവന്ന് എടുത്ത് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നേരം വെളുക്കുമ്പോൾ വെയിലത്ത് വീണ്ടും നല്ല വെയിലുള്ളപ്പോൾ കൊണ്ടുവന്ന് വയ്ക്കണം കേട്ടോ. കണ്ട, അപ്പോൾ ഇങ്ങനെ ആയി വരും കണ്ട. ഇതിൽ നിന്ന് നീരൊക്കെ ഇറങ്ങി തുടങ്ങി, വെളിച്ചെണ്ണയുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഒരു 7 ദിവസം ആകുമ്പോഴേക്കും അടിപൊളിയായിട്ട് എല്ലാ എണ്ണയും ഇങ്ങനെ പോരുത്. ഈ കളറാണ് വരാട്ടോ കണ്ട. ഇത് ആളുകൾ പലതരത്തിലാണ് ഉണ്ടാക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ലേരം 3 ഇരട്ടി വെളിച്ചെണ്ണ വരെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കട്ടി കുറയുന്നു മാത്രം. പിന്നെ ഇത് 7 ദിവസമാണ് നമുക്കിത് വെയിലത്ത് വയ്ക്കേണ്ടത് കേട്ടോ. 7ാം ദിവസം ആകുമ്പോൾ നമുക്കിത് ഇങ്ങനെ പിഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് പിഴിയുമ്പോൾ ശരിക്കും ഇങ്ങനെയുണ്ട് എണ്ണയോട് വരും. അപ്പോൾ നമ്മൾ ഇനി ലാസ്റ്റ് 7ാമത്തെ ദിവസം നമ്മളൊരു തോർത്തുമുണ്ടിൽ അതാണ്ട് പിഴിഞ്ഞെടുക്കുക. കംപ്ലീറ്റ് പിഴിഞ്ഞ് ഈ ലെവലായിട്ടാണ്. കൊറ്റൻ്റെ ആവശ്യമില്ല, നമുക്ക് കളയാം. എന്നിട്ട് അരിച്ചെടുത്ത് നമുക്ക് കുപ്പിയിലാക്കാം. നമ്മുടെ ആവശ്യത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ദന്തപാല എണ്ണ വീട്ടിലുണ്ടാക്കാം കേട്ടോ.